ചോദിക്കാതെ മറ്റൊരാളുടെ ആധാരം വാങ്ങി വരാൻ നീ ഈ കുടുംബത്തിൽ ആരാ? ഈ വീട്ടിൽ വരാനും പോകാനും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ച് വീട്ടിൽ കയറി ഭരിക്കാൻ വരരുത് ചന്തു. എന്താടാ പണി ചെയ്യാൻ ഉദ്ദേശം ഇല്ല നിനക്ക്? കുറെ നേരമായല്ലേ ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നിനി വയ്യാശാനെ, മനസ്സിനെന്തൊരു ഭാരം പോലെ. തേങ്ങ കൊലയാണ്, തേങ്ങ കൊല. ഊണിലും ഉറക്കത്തിലും നീ അവളെ കുറിച്ച് ചിന്തിക്കാതെ നിന്നെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമുക്ക് അന്നം തരുന്ന ഈ വർഷാപ്പിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞ നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് പോലെ അവള് പോലും അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതാ ആ പെണ്ണിനറിയാത്തത് നീ ആയിട്ട് പറയാത്തത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഒരുത്തം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ അനിയത്തിയുടെ കാല് പിടിച്ച് ആധാരം വാങ്ങിയത്. തന്നിട്ട് അതുകൊണ്ട് ചെന്നപ്പോ കിട്ടിയല്ലോ വയറ് നിറച്ച്. വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാ പോരെ, അല്ലാതെ എല്ലാവരുടെ മുമ്പേ വെച്ച് അപമാനിച്ചിറക്കി വിടണമായിരുന്നോ? അതെവിടുത്തെ ന്യായമാണടാ? മനസ്സിലാകുന്നില്ല എനിക്ക്. അതാശാനെ, അവളങ്ങനെ മനസ്സിലൊന്നും ആലോചിച്ചിട്ടാവില്ല. നമ്മുടെ വീട്ടിലായാലും പ്രതീക്ഷിക്കാതെ അന്യനൊരാൾ സഹായിക്കാൻ വന്ന മതി. അതാണ് പോയിന്റ്. അന്യനൊരാൾ, അവർക്കതാണ് നീ. അല്ലെങ്കിലും അത് അങ്ങനെ വരൂ. വർഷാപ്പിലെ കരിയിലും പുകയിലും ഒക്കെ പണിയെടുക്കുന്ന നമ്മളെയൊക്കെ ഒരു MBBS കണ്ണിൽ പിടിക്കില്ല. ഏതായാലും പണ്ടാരോ പറഞ്ഞതുപോലെ നാഴിയേരി പോയാലും നായിന്റെ സ്വഭാവം മനസ്സിലായല്ലോ. ഇനി അവളെ പറ്റി ഒരു അക്ഷരം മിണ്ടിയാ നിന്റെ മണ്ടനെന്നല്ല മരമണ്ടനെന്ന് വിളിക്കും ഞാൻ. എണീറ്റ് വാടാ. ഞാൻ മരമണ്ടൻ തന്നെ ആശാനെ. അവക്ക് വേണ്ടി മരമണ്ടനാകാനും മരപ്പട്ടിയാകാനും തയ്യാറാ ഞാൻ. ചേടാ, എന്തൊരു ഇഷ്ടമാണെന്ന് നോക്ക്. കുഞ്ഞുനാളില് അവളെന്നും എന്റെ അതാണ് എൻ്റെ ജീവിതവും. ആശം പൊക്കോ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.